ഈ പ്രോട്ടീൻ പൗഡറൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ജിമ്മിൽ പോകുന്നവരൊക്കെ ഒരു ബോട്ടിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ പ്രോട്ടീൻ ഷെയ്ക്കർ അല്ലെ പ്രോട്ടീൻ മിക്സർ ബോട്ടിൽ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിന്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ ആണ്. സ്പൈഡർ ബോൾഡ് ഫിറ്റ് എന്ന ബ്രാൻഡ് നെയിമാണ് ഇതിനുള്ളത്. അപ്പൊ ഇതുപോലെ ഒരു ബോക്സിലാണ് ഇത് വരിക. ബോക്സിന്റെ അകത്ത് വേറൊന്നുമില്ല, ഈ ഒരു ബോട്ടിൽ മാത്രമാണ് ഉള്ളത്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് അത് കവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ബോട്ടിൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്വാളിറ്റി നോക്കിയാൽ ഒരു 100-80 മാർക്ക് കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോട്ടിലാണിത്. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു അടപ്പില്ല, ഈ ഒരു ഓപ്പണിങ് അത് ഇത്തിരി ടൈറ്റ് കുറവുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. പിന്നെ ഈ പ്രോട്ടീൻ പൗഡറൊക്കെ മിക്സ് ചെയ്യുന്നവർ ഇത് മിക്സ് ചെയ്യുന്ന കണ്ടേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരറ്റത്ത് ഒരു വിരലിട്ട് പിടിക്കുക, മറ്റേ അറ്റത്ത് വേറെ വിരൽ, അങ്ങനെ രണ്ടറ്റത്തും ഇതുപോലെ പിടിച്ചിട്ട് ഷെയ്ക്ക് ചെയ്യാണ് ചെയ്യുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും ടൈറ്റ് മതിയാവും ഇതിന്റെ ഓപ്പണിങ്ങിനെന്നാണ്. നല്ല വായുവട്ടം ഒക്കെ ഇതിനുണ്ട് കേട്ടോ. നമ്മൾ പ്രോട്ടീൻ പൗഡർ സ്കൂപ്പിലെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ പുറത്തോട്ടൊന്നും പോകത്തില്ല. പിന്നെ ഇത് പ്രോട്ടീൻ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ്. പിന്നെ ഇതിന്റെ ഒരു ബ്രൗഷർ സെറ്റപ്പ് ഉണ്ട്, അതിൽ കാര്യമൊന്നുമില്ല, നമ്മൾ കളഞ്ഞു. പിന്നെ ഇതിനകത്ത് ഇതുപോലെ ഒരു ചെറിയ കണ്ടെയ്നർ, ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് അതിന്റെ അകത്തല്ല വെക്കണ്ടേ. പിന്നെ അതിന്റെ താഴെയും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പൊ അകത്തുനിന്നുള്ള ആ സ്റ്റോറേജ് സ്പേസ് എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ബാക്ക് വശത്ത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ മെഷർമെന്റ് ഒക്കെ ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 500 ml ആണ് ഇതിന്റെ കപ്പാസിറ്റി. 2 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറാണ് അതിന് മിക്സ് ചെയ്യാൻ പറ്റുക. ഇതിൽ നമുക്ക് ഗുളികകളൊക്കെ ഇട്ട് സൂക്ഷിക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. അതിന്റെ അടിയിൽ നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഗുളികകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്യാരി ചെയ്യാൻ എളുപ്പമായിരിക്കും. ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 100-80 മാർക്കാണ്. പിന്നെ അതിന്റെ അടിയിൽ ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ്, അതിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊണ്ടുനടക്കാം. നമുക്ക് വേണ്ടെങ്കിൽ അത് ഊരിയെടുത്ത് വെക്കാം. അപ്പം നമ്മൾ ഇതൊക്കെ ടൈറ്റ് ചെയ്ത് അതിന്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ആവും. അപ്പൊ ആ അത്രയും ഹൈറ്റ് നമുക്ക് വേണ്ട, കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇതുപോലെ അഴിച്ചു വെക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ചെറിയൊരു ബോട്ടിൽ കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു പോരായ്മ അല്ലെങ്കിൽ ഈ ഒരു ഇതിങ്ങനെ ആയിരിക്കും, എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ വേറൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല കട്ടിയും ക്വാളിറ്റിയും അതിന്റെ ആ ഒരു അടപ്പിന്റെ ഒരു ഫിറ്റിങ്സ് ഒക്കെ നല്ല സൂപ്പറാണ്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.